പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിലേറ്റം പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ അച്ഛൻ നിങ്ങളുടെ മുന്നിലായിരിക്കുന്നത് ഈശോയുടെ വലിയൊരു വാഗ്ദത്തം പങ്കുവയ്ക്കാനാണ്. അതായത് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മളുടെ സ്വപ്നങ്ങളൊക്കെ എങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കുക. അതിനെപ്പോൾ ചിന്തിക്കുമ്പോൾ അച്ഛൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന വചനഭാഗം പ്രഭാഷണ പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യം. 3 കാര്യമാണ് പറയുന്നത്. 1, കർത്താവിൻ്റെ ഭക്തരെ ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കും. ഒന്നാമത് എന്താ അർത്ഥമാക്കുന്നത്? പറയാണത് നമ്മളൊക്കെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ അനുഗ്രഹവും ഐശ്വര്യവും നിത്യാനന്ദവും ഒക്കെ പ്രതീക്ഷിക്കും. അത് നല്ലതാണ്. അപ്പോൾ ഒന്നാമത് തമ്പുരാൻ പങ്കുവയ്ക്കുന്നത് സന്ദേശം, നീ എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതെല്ലാം പ്രതീക്ഷിച്ചോ. രണ്ടാമത് തമ്പുരാൻ പറയുന്നത്, നിങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ തന്നെ രണ്ടാമത് ചെയ്യേണ്ടതെന്ന് അറിയുമോ? കഴിഞ്ഞ നാളുകളിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നന്ദി പറയണം. അതാണ് കഴിഞ്ഞ തലമുറയെ പറ്റി ചിന്തിക്കാൻ കർത്താവ് വചനഭാഗത്തിൽ പറയുമ്പോൾ അർത്ഥമാക്കുന്നത്, ഇന്നലകളിൽ കർത്താവ് നിനക്ക് നൽകിയ എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറയണം. അങ്ങനത്തെ അവസ്ഥയിലാകുമ്പോൾ ദൈവം നമ്മോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. പ്രധാനമായിട്ട് 3 ചോദ്യങ്ങളാണ്. വചനത്തിൻ്റെ പ്രകാരം പറയുന്നു, കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭക്തനാശനായത്? കർത്താവ് ചോദിക്കുക, നീ ആശ്രയിച്ചോ? എങ്കിൽ കർത്താവിനെ ആശ്രയിച്ചിട്ട്, എന്നെ ആശ്രയിച്ചിട്ട് ഒരാളും ഭക്തനാശരായില്ല. രണ്ടാമത്, കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തരായത്? മൂന്നാമത് പറയുന്നു, ദൈവത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? അപ്പം പ്രിയമുള്ളവരെ, ഈ 3 കാര്യം ഓർക്കുക. ഒന്നാമത്, ആരും ഭക്തനാശരാകില്ല. രണ്ടാമത്, പരിത്യക്തരാകില്ല. മൂന്നാമത്, ആരും അവഗണിക്കപ്പെടുകയില്ല. എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ആഗ്രഹങ്ങളും നിയമങ്ങളെല്ലാം നേടിയെടുക്കുവാൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വരികയും ഇന്നലകൾ തമ്പുരാൻ നൽകിയ അനുഗ്രഹമൊത്ത് നന്ദി പറയും. ഒപ്പം തന്നെ തമ്പുരാൻ്റെ 3 ചോദ്യങ്ങൾ ഞാൻ ഹൃദയത്തിൽ സ്വന്തമാക്കി പറയുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് എന്നെ അനുഗ്രഹിക്കും. അനുഗ്രഹത്തെ നിമിഷമായ കർത്താവ് ദിവസം മാറ്റുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഈ ദിവസം നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ. നിയോഗങ്ങളും ആഗ്രഹങ്ങളും കർത്താവ് സാധിച്ചു തരും. ഉറച്ചാട് വിശ്വസിച്ചോളൂ. ഒപ്പം ഈശോയ്ക്ക് ഇന്നലകൾ കിട്ടിയ നന്ദിയോർത്ത് നന്ദി പറയാൻ മറക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിയോഗങ്ങളും ആഗ്രഹങ്ങളും എല്ലാം സമർപ്പിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോ ചോദിക്കുന്ന ചോദ്യം അനുസരിച്ച് ദൈവത്തോട് നന്ദി പറഞ്ഞ് നമുക്കിന്ന് ഈ ദിവസം അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറ്റാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ നമുക്കൊരു മാധ്യസ്ഥം പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.